ഇതാണ് ഓപ്പോ റെനോ 13 പ്രോ ആൻഡ് 13. ഈ രണ്ട് ഫോണുകളുടെ പ്രത്യേകതകൾ നോക്കി കഴിഞ്ഞാൽ ഒന്ന് നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്, ഒപ്പം തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത ക്യാമറകളുണ്ട്, ഒരുപാട് AI ഫീച്ചറുകളുണ്ട്, നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല സെറ്റപ്പാണ് ഓപ്പോ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ച്. ഫാൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് റെനോ സീരീസ് എന്ന് പറയുന്നത്. സോ ആ സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ണുകളാണിത്. ഒന്ന് അൺബോക്സ് ചെയ്ത് കാര്യങ്ങളൊന്ന് പരിചയപ്പെടാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. നേരെ അൺബോക്സിംഗിലേക്ക്. ഇതാണ് രണ്ട് ഫോണുകളുടെയും ബോക്സ്. നമ്മൾ റെനോ 13 സൈഡിലോട്ട് മാറ്റുന്നു. റെനോ 13 പ്രോ ആദ്യം ഓപ്പൺ ചെയ്യുന്നു. ആദ്യം തന്നെ ഒരു ബോക്സിനകത്ത് നല്ല കേസ് ഒരെണ്ണമുണ്ട്, അതേപോലെ കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെയാണ്. കേസ് ഡാർക്ക് കളറുള്ള കേസാണ്, അതായത് ഡാർക്ക് ബ്ലാക്ക് കേസാണ് വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഫോണാണ് ഇവിടെ കാണുന്നത്. ഈ കാണുന്നതാണ് റെനോ 13 പ്രോ. വലിയ പ്രത്യേകതകളുള്ള ഡിസൈൻ ഒന്നുമല്ല, ഒരു സാധാരണ ഡിസൈനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ലുക്ക്. വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാം. അതിന് മുമ്പ് ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം. 80 വാട്ടിൻ്റെ ഒരു ചാർജർ ഉണ്ട്, അതേപോലെ ടൈപ്പ് C ടു ടൈപ്പ് A കേബിളും വരുന്നുണ്ട്. സിം ടൂളും ഇതിനകത്ത് കാണാം. ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. റെനോ 13 പെട്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കേസ് വന്നിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളറുള്ള കേസാണ് കേട്ടോ. ഇത് ഡാർക്ക് അല്ല. 13 പ്രോയിലാണ് ഡാർക്ക് കേസ് ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് റെനോ 13 എന്ന് പറയുന്ന ഫോൺ. സോ അത്രയും കാര്യങ്ങളാണ് റെനോ 13ൻ്റെ ബോക്സിൽ വരുന്നത്. അതും അങ്ങോട്ട് മാറ്റി വെക്കാം. സോ അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ രണ്ട് ഫോണുകൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം റെനോ 13 പ്രോയുടെ കാര്യങ്ങൾ പറയാം. കൂടുതൽ ഞാൻ റെനോ 13ൻ്റെ കാര്യം പറയുന്നുണ്ട്. സോ അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് കൈയോടെ മനസ്സിലാക്കി പോവാം. 13 പ്രോ ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ ഇതൊരു പക്ക ഡ്യൂറബിൾ ഫോണാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഡ്യൂറബിളായ ഒരു ഫോണാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ കാരണം ഇതിൽ IP66, 68, 69 തുടങ്ങിയ വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അത്യാവശ്യം അറിയാണ്ട് വെള്ളത്തിലൊന്ന് വീണാൽ പോലും പ്രശ്നമൊന്നും പറ്റില്ല. അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി വരെ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത്രയ്ക്കൊന്നും നിങ്ങൾ പോകണ്ട. കാരണം എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിട്ട് എവിടെയെങ്കിലും തട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സീലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ചിലപ്പോൾ വെള്ളം കയറാം. അങ്ങനെ കയറിയാൽ വാറണ്ടി പോലും കിട്ടില്ല. അതൊരു കമ്പനിയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അതിനൊന്നൊക്കെ ഉണ്ടെങ്കിലും അത്രയും ഒരു പവറുള്ള, അതായത് പെട്ടെന്നൊന്നും വെള്ളം കയറാത്ത ടൈപ്പിലുള്ള ഏറ്റവും ടോപ്പ് ലെവൽ പ്രൊട്ടക്ഷൻ ഇതിന് കൊടുത്തിട്ടുള്ളതാണ്. അത് വെള്ളത്തിൻ്റെ കാര്യമാണ്. അത് കൂടാതെ എയറോസ്പേസ് ഗ്രേഡ് അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. കണ്ടോ, ഫ്രെയിം കാണുമ്പോൾ തന്നെ ഒരു ഓവർവ്യൂ കണ്ടോളൂ കേട്ടോ. താഴെ ഡുവൽ നാനോ സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ IR ബ്ലാസ്റ്റർ, സെക്കൻഡറി നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്. ഫ്രണ്ടിൽ 5 ഹോൾ ക്യാമറ അടങ്ങുന്ന നല്ല ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ അടക്കമാണ് വരുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് തന്നെ ഏറ്റവും ഡ്യൂറബിളായ രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഗോറില്ല ഗ്ലാസ് 7i ആണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നത്. പിന്നെ ഇത് പുറമെ സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, ഉള്ളിൽ സ്പോഞ്ച് ബയോണിക് കുഷനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഉള്ളിൽ പെട്ടെന്ന് അങ്ങനെ ഇത് വീഴുമ്പോൾ ഇന്റേണലി കംപ്ലൈൻറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടുന്ന സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് മൊത്തത്തിൽ ഡ്യൂറബിളായ ഒരു ഫോണാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക്. തിക്നെസ് വന്നിട്ട് വളരെ സ്ലിം ആണ് കേട്ടോ. ഇത് 7.55 mm സ്ലിം ആണ്. 195 ഗ്രാം വെയിറ്റ് ഒക്കെ ഈ പ്രോ മോഡലിൽ തന്നെ വരുന്നുള്ളൂ. ലൈറ്റ് വെയിറ്റ് എന്ന് പറയാൻ കാരണം 5800 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും സ്ലിമ്മേ ഉള്ളൂ. സംഗതി കൊള്ളാം. വളരെ സ്ലിമ്മായ ലൈറ്റ് വെയിറ്റ് ആയ ഫോണാണ്. 2 കളറിലാണ് വരുന്നത്. മിസ്റ്റ് ലാവൻഡറും ഗ്രാഫൈറ്റ് ഗ്രേ എന്ന് പറയുന്ന 2 കളറുകൾ. ഇഷ്ടമുള്ള കളർ നോക്കി ചൂസ് ചെയ്യാമല്ലോ. റെനോ 13ൻ്റെ ഡിസൈനിലും വലിയ കാര്യമായ മാറ്റമൊന്നും ഫീൽ ചെയ്യില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇതിൽ ഒരു ക്വാഡ് കർവ്ഡ് സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു നോർമൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കേട്ടോ. പിന്നെ 13 പ്രോ പോലെ തന്നെ അതേ ഈ പറഞ്ഞ എല്ലാ സ്ട്രെങ്ത്തും കാര്യങ്ങളുമാണ്. ഗോറില്ല ഗ്ലാസ് 7i അടക്കമുള്ള 69 റേറ്റിംഗ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും 13ലും വരുന്നുണ്ട്. ഐവറി വൈറ്റ്, ലൂമിനസ് ബ്ലൂ, അങ്ങനെ 2 കളറിലാണ് ഇത് വരുന്നത്. സോ ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. സോ രണ്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മോസ്റ്റ് ഡ്യൂറബിളായ 2 ഫോണുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇനി ഈ ഫോണിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഓപ്പോ റെനോ സീരീസിൽ ക്യാമറ നല്ലത് കൊടുക്കാറുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. ക്യാമറ സാമ്പിൾ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. റെനോ 13 പ്രോയുടെ ക്യാമറ സാമ്പിളാണ് കാണിക്കുന്നത്. ഹ്യൂമൻ സബ്ജക്റ്റും അല്ലാതെ സബ്ജക്റ്റും ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഫോട്ടോസ് അടക്കം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. വലിയ തിരക്കേടില്ല. റെനോ സീരീസിൽ കിട്ടാറുള്ള ആ ഒരു ഫോട്ടോയുടെ ഒരു സെറ്റപ്പൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. സെൽഫി ക്യാമറ ഇമേജ് സാമ്പിളുകളും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സോ റെനോ 13 സീരീസിലെ ക്യാമറ സാമ്പിളുകളാണ് കണ്ടത്. എങ്ങനെ തോന്നി? 13ൻ്റെ 2-3 ക്യാമറ സാമ്പിൾ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ രണ്ടും ഒരേ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഒരേ സിറ്റുവേഷനിൽ എടുത്ത ഫോട്ടോസാണ്. ആ വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ 2 ഫോണുകളുടെയും പ്രോയുടെ വീഡിയോ സാമ്പിളാണ് ഈ കാണുന്നത്. മെയിൻ ക്യാമറയിൽ 4K തന്നെ ഷൂട്ട് ചെയ്യാം. സെൽഫി ക്യാമറയിലും 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ക്യാമറ സാമ്പിളാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? നോർമലായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിനെ ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. സോ അത്യാവശ്യം തിരക്കേടില്ലാത്ത സെറ്റപ്പൊക്കെയാണ്. നൈറ്റ് വീഡിയോ സാമ്പിളും ഞാൻ കാണിക്കുന്നുണ്ട്. സോ റെനോ 13ൻ്റെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായല്ലോ. സെൽഫി ക്യാമറയിലും പ്രോയിൽ 4K സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. സോ അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സോ റെനോ 13 പ്രോ ക്യാമറയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു നല്ല സെറ്റപ്പാണ്. 13ൻ്റെ വീഡിയോ സാമ്പിളും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. 1-2 കണ്ടു നോക്കിക്കോളൂ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണോ, ഓക്കെ ആണോ? നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഈ 13 സീരീസിലെ ഫോണുകളിലുണ്ട്. ഒപ്പം തന്നെ ഈ ഫോട്ടോഗ്രാഫിയുടെ ഭാഗത്ത് ഒരുപാട് AI ഫീച്ചറുകളും കാര്യങ്ങളുമുണ്ട്. പ്രധാനമായിട്ടും AI ക്ലിയർ ഫേസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ
ക്ലിയർ ഫേസ് വരുന്നുണ്ട്. ക്ലിയർ ഫേസ് കൊടുത്താൽ ക്ലാരിറ്റി ഒന്നുകൂടി കൂട്ടി ഭംഗിയാക്കി തരുന്നുണ്ട് ആ ഫോട്ടോയെ. ലൈവ് ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ ലൈവ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. അത് ചെറിയൊരു മൂവ്മെന്റോട് കൂടി വീഡിയോ പോലത്തെ ഫോട്ടോ. പിന്നെ വേണമെങ്കിൽ അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഫ്രെയിം നോക്കി സെലക്ട് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ് ലൈവ് ഫോട്ടോസ്. പിന്നെ ക്ലാരിറ്റി എൻഹാൻസർ എന്ന് പറയുന്ന സംവിധാനം, ക്ലാരിറ്റി കൂട്ടാൻ, ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി കുറച്ചുകൂടി കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സംവിധാനം ഉപയോഗിക്കാം. 4K ക്ലാരിറ്റി അപ്സ്കെയിൽ ചെയ്ത് കിട്ടും. പിന്നെ അൺബ്ലർ എന്ന് പറയുന്ന ഫീച്ചർ, അതായത് ഒത്തിരി ബ്ലറായ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ, സ്വല്പം ബ്ലറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഒന്നുകൂടി ക്ലാരിറ്റി കൂട്ടുന്ന ഒരു സംവിധാനം. സോ ഫോട്ടോസിനെ എടുക്കുക മാത്രമല്ല, അതിനെ ബെറ്റർ ആക്കാനുള്ള ഒരുപാട് ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇറേസർ 2.0 നമ്മൾ കുറച്ച് നാളെ കാണുന്ന സംഭവമാണ്. അൺവാണ്ടഡ് ആയ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ അത് റിമൂവ് ആയി. വളരെ ഫാസ്റ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്ലക്ഷൻ റിമൂവർ, ഒരു ഫോട്ടോ എടുക്കുമ്പോൾ എന്തെങ്കിലും റിഫ്ലക്ഷൻ ഒക്കെ ആ ഫോട്ടോ അടിച്ച് കയറി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ ക്ലിയർ ആയിട്ട് ആ ഒരു റിഫ്ലക്ഷൻ ഒഴിവാക്കി വൃത്തിയാക്കി തരും. സോ ഇങ്ങനെ ഒട്ടനവധി ഫീച്ചറുകൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് റിയൽ ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന ഫീച്ചറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെയും ഒരുപാടുണ്ട് കേട്ടോ, നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു 4 ഞാൻ എടുത്ത് പറഞ്ഞേ ഉള്ളൂ. സോ അപ്പോൾ അങ്ങനെയാണ് ക്യാമറയും ഫീച്ചറുകളെ പറ്റിയും പറയാനുള്ളത്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ ഈ ഫോൺ 13 Pro ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഇഷ്ടപ്പെടാവുന്ന, നിങ്ങൾ കൂടുതൽ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ക്വാഡ് കർവ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസ്പ്ലേ ക്വാളിറ്റി രക്ഷയില്ല, നൈസ് ക്വാളിറ്റിയാണ്. വീഡിയോസൊക്കെ പ്ലേ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്വാളിറ്റിയിൽ കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. സൺലൈറ്റിലായാലും ഒന്നും വിഷ്വൽ ക്വാളിറ്റിക്ക് യാതൊരു വിഷയവുമില്ല. സെറ്റ് ഡിസ്പ്ലേ ക്വാളിറ്റിയാണ് 13 Proയിൽ. 13 മോശമൊന്നുമല്ല, നല്ല ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഈ ക്വാഡ് കർവ്ഡ് സംഭവങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേകൾ തന്നെയാണ്. അതിൽ പ്രോയുടെ ഡിസ്പ്ലേ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നല്ല ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 6.83 ഇഞ്ച് വരുന്ന 120 Hz 1.5K AMOLED ഡിസ്പ്ലേ ആണ്. 1200 nits മാക്സ് ബ്രൈറ്റ്നസ്സുമായിട്ടാണ് 13 Pro വരുന്നത്. 13 വരുമ്പോൾ 6.59 ഇഞ്ച് വരുന്ന 120 Hz 1.5K AMOLED ഡിസ്പ്ലേ ആണ്. അതും 1200 nits മാക്സിമം ബ്രൈറ്റ്നസ്സുമായിട്ടാണ് വരുന്നത്. അത്യാവശ്യം സൺലൈറ്റ് വിസിബിലിറ്റി ഒന്നും കുഴപ്പമില്ല. ഡീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ 2 ഫോണുകളുടെ ഡിസ്പ്ലേയും ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഫോണിൽ രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട് കേട്ടോ. സൗണ്ട് ക്വാളിറ്റി ഞാൻ ആദ്യം തന്നെ ഒന്ന് കേൾപ്പിച്ചു തരാം. കണ്ട, അത്യാവശ്യം നല്ല സൗണ്ടാണ്. രണ്ടിലും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ് വരുന്നത്. ഇനി ഈ ഫോണുകളുടെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 Proയിൽ Dimensity 8350 എന്ന പ്രോസസ്സറാണ്. പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജുമാണ്. അതും തരക്കേടില്ലാത്ത സെറ്റപ്പ് എന്ന് പറയാം. Android 15 ColorOS 15 ബേസ്ഡ് ആണ്. വളരെ സ്മൂത്തായി നൈസായി മാറിയിട്ടുണ്ട് ColorOS ഇത്തവണ. ഇത് ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തവണ ഇവരുടെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്ത് തന്നെയാണ്, ഒന്നും പറയാനില്ല. വളരെ സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തൊട്ടങ്ങോട്ട് എല്ലാം നൈസ് ആനിമേഷനുകളാണ്. ഈ വർഷം എല്ലാവരും നന്നാക്കിയിട്ടുണ്ട്. UI ഇവരും അതുപോലെ തന്നെ നൈസാക്കി കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു പരാതിയും പറയാനില്ല. പിന്നെ ഗെയിമിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ BGMI ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രീം പ്ലസ്സിൽ തന്നെ കളിക്കാൻ സാധിക്കും. ഇവിടെ കാണുന്ന പോലെ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്രോസസ്സർ അത്യാവശ്യം ഗെയിം കളിക്കാൻ പറ്റുന്നൊരു പ്രോസസ്സർ തന്നെയാണ്. സോ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൽ ഗെയിമും കളിക്കാം. ഗെയിം കളിക്കാൻ വേണ്ടി പോയി ഇതെടുക്കരുത്. ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നിങ്ങൾ ക്യാമറ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ട് എടുക്കുവാണെങ്കിൽ ഗെയിമും കളിക്കാൻ പറ്റും. 13 കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം രണ്ടിലും ഒരേ പെർഫോമൻസ് സെറ്റപ്പാണ്. പെർഫോമൻസിൽ യാതൊരു വ്യത്യാസമില്ല. ഇനി ഈ 2 ഫോണുകളുടെ ബാറ്ററി നോക്കിയാൽ 5850 mAh ബാറ്ററിയാണ് പ്രോയിൽ വരുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. 13 5600 mAh ബാറ്ററിയും 80 വാട്ട് ചാർജിങ് തന്നെയാണ്. സോ ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ ഈ 2 ഫോണിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഡീസൻ്റ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് നടക്കാം. പിന്നെ കണക്ടിവിറ്റി, കോള്, ആ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. ബ്ലൂടൂത്ത് 5.4 തന്നെ കൊടുത്തിട്ടുണ്ട്. Wi-Fi 6 തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും പെർഫോമൻസിൻ്റെ ഭാഗത്ത് വേറെ ഒന്നും കണ്ടില്ല. ഇപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഓപ്പൺ ചെയ്തൊക്കെ നോക്കുമ്പോൾ അപാകതകളൊന്നും കണ്ടില്ല. ഓപ്പോയുടെ ഫോണുകളുടെ രീതി നമുക്കറിയാം, ആ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ കൊടുത്തിരിക്കുന്നു. ഇനി ഫോണുകളുടെ പ്രൈസ് അത് എപ്പോഴും ഇത്തിരി കൂടുതലായിരിക്കും നമുക്കറിയാം. എന്തായാലും പ്രൈസ് ഞാൻ പറയാം. Reno 13 പ്രൈസ് 34,199 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫർ പ്രൈസാണ്, നെറ്റ് എഫക്റ്റീവ് പ്രൈസാണ്. ഓഫറുകളെല്ലാം ചെക്ക് ചെയ്യുക. അതേപോലെ Reno 13 Proയുടെ ആണെങ്കിൽ 44,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഓഫർ പ്രൈസ് തന്നെയാണ്. സോ എല്ലാ ഓഫേഴ്സും ഉൾപ്പെടെ തന്നെ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ ഇതുപോലൊരു പ്രൈസിനായിരിക്കും നിങ്ങൾക്ക് ഇത് കിട്ടുക. സോ ഈ വിലയ്ക്ക് നിങ്ങൾ ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഇതിൻ്റെ വില അപ്പം തന്നെ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതാണ് ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ Reno 13 Pro ആൻഡ് 13 എന്ന ഈ 2 ഫോണുകളുടെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേട്ടതിൽ നിന്നും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. എന്ന് പറഞ്ഞെടുത്ത് 13 Pro എടുത്ത് ഉപയോഗിച്ച് നോക്കിയിട്ട് വിശദമായൊരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യാം. സോ അപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്, വേണോ വേണ്ടോ എന്നുള്ളത്. താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാരണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചില ഓഫറുകളും കാരണമൊക്കെ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ അത്രയുമാണ് Reno 13 Pro ആൻഡ് 13 എന്ന ഫോണുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.